ഗായ്സ്, ഏവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ഇത്രമാത്രം ബസ്സുകളുടെ വോക്കലുകളുടെ ട്രെൻഡാണിപ്പോൾ. ഈ ട്രെൻഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അമ്മാതിരി സെറ്റപ്പുള്ള ട്രെൻഡിങ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 2026 ട്രെൻഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി വോക്കലാണെങ്കിലും നമ്മുടെ സബിൻ്റെ JBL ഒരു ബാസ് ആണെങ്കിലും അമ്മാതിരി സെറ്റപ്പാണ്. അപ്പം ഞാൻ കൂടുതലും നമ്മുടെ വീഡിയോയിലേക്ക് ഞാൻ വലിച്ചയക്കുന്നില്ല. അപ്പോൾ എനിക്കിത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി, അതായത് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CDS എന്ന് പറയുന്ന നമ്മുടെ ഹോളിഡേയ്സ് നമ്മുടെ ബസ്, ടൂറിസ്റ്റ് ബസ്സാണ്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ പ്രൈവറ്റ് ബസ് ഇന്ന് ഓടാനായിട്ട് വർക്ക്ഷോപ്പിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ബസ്സാണ് എടുത്തിരിക്കുന്നത്. ടൂറിസ്റ്റ് ബസ് എടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുവായാലും. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഓണാക്കിയിട്ടുണ്ട്. വണ്ടിയൊക്കെ ഓണാക്കി നമുക്ക് പെതുക്കെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ചെറിയൊരു ചാറ്റലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. അപ്പം നമ്മുടെ വണ്ടിയുടെ സ്ക്രീന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അമ്മാതിരി സെറ്റപ്പിലാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പെതുക്കെ മുന്നോട്ട് നീങ്ങാം. അപ്പോഴത്തേനും ഈ വോക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇപ്പം സൈഡിൽ കൂടെ നമുക്ക് ഒരു നമ്മുടെ കസ്റ്റമറെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ വണ്ടി കൊണ്ട് തന്നെ നമുക്ക് വോക്കൽ എടുപ്പിക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് പെതുക്കെ മുന്നോട്ട് പോകാം. ഓക്കെ, ഇനിയാണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ്. കാരണം ഇവന്മാരെല്ലാവരും വോക്കൽ അടിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്ന് കിടക്കുക. നമ്മുടെ 2 വണ്ടിയുള്ളൂ. ഈ 2 വണ്ടി വോക്കൽ അടിക്കും, നമ്മളുണ്ട്. എൻ്റെ മുട്ടിയില്ലെന്ന് പറഞ്ഞാണ് ഇവന്മാർ പോകുന്നത്. അമ്മാതിരി പോട്ടാ പോകുന്നത്. കണ്ടില്ലയോ? നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? നമുക്ക് എന്താ പറയാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ഈ CDMസിന്റെ മുന്നിൽ ഇവന്മാർ എന്താ കാണിക്കുന്നതെന്ന് അറിയിക്കുന്നില്ല. അപ്പം നമുക്ക് വേറൊന്നുമില്ല, ഇവന്മാർ എന്താ കാണിച്ചിട്ട് അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ വണ്ടി നമ്മൾ വോക്കലടിക്കും. നിങ്ങൾ കണ്ടു, നമ്മുടെ വോക്കലടിച്ച് ഇവന്മാര് ഇന്ന് എൻ്റെ പൊന്നോ ഇതെന്തു ഇത് ഇപ്പൊ 2 വണ്ടി അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. എന്റെ ദൈവമേ, ഇവന്മാരെ പക്ഷേ വേറെ വണ്ടി കിട്ടുന്ന സൗണ്ട് നമ്മുടെ വണ്ടി കിട്ടുമോ എനിക്ക് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് നോക്കാം പാട്ട് എങ്ങനെയുണ്ട്, രസമുണ്ടോ. ഇവന്മാരുടെ മുന്നിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അവരത്രയും 10, 15, 20 വണ്ടിയൊക്കെ അടിച്ചടിച്ചിട്ടെങ്കിൽ വണ്ടിക്കിടെ ഇടയിൽ നമ്മൾ ഈ 8 വണ്ടി ഉണ്ട്. എന്താണ് നമുക്കൊരു സപ്പോർട്ടർ ആവുണ്ടാക്കി പിന്നെ കുഴപ്പമില്ലായിരുന്നു. 2 സപ്പോർട്ടില്ല. അതുകൊണ്ടോ നിരത്തി വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയാകത്തുകൊണ്ട് നമുക്ക് വോക്കലടിക്കാൻ കൊണ്ടിരിക്കുന്നത്. എന്തുവായാലും എനിക്ക് വയ്യ വോക്കലടിക്കാൻ. ഇത് വിഷയമാകും. പെതുക്കെ നമുക്ക് അങ്ങോട്ട് പോകുന്നതിരിക്കൂടെ നല്ലത് എൻ്റെ ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ പെതുക്കെ നമുക്ക് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ എൻ്റെ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, അതായത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടല്ലായിരിക്കും, ഒത്തിരി പേര് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആദ്യമായിട്ടായി കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം. വേറൊന്നുമല്ല ഗൈസ്, ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടൊന്നുമില്ല, കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിനൊക്കെ സപ്പോർട്ടോ കാര്യങ്ങൾ ആരും ഒന്നും തരുന്നൊന്നുമില്ല. അപ്പം നിങ്ങളാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഏത് രീതിയിൽ സംശയം ചോദിക്കുന്നു ആ സംശയം ഞാൻ പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ഈ ബസ്സിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇത് നമ്മുടെ ഗെയിമിൻ്റെ പേര് എനിക്ക് അറിയാതിരിക്കുന്നു. അതായത് കേരള ബസ് സിമുലേറ്റർ എന്ന് പറയുന്നൊരു ആപ്പാണിത്, ഗെയിമാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ സെറ്റപ്പ് കിട്ടണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുന്നത് അമ്മാതിരി ഗെറ്റപ്പാണ്. അപ്പം വേറൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലതായിരിക്കും.
അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് വിജയിപ്പിക്കണം, അതേ ഉള്ളൂ. എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് അഫ്സൽ എന്നാണ്. നിങ്ങളത് ഓർത്ത് വെച്ചാൽ മതി. വീഡിയോ വരുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് സെറ്റ് ചെയ്താൽ മതി. കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി തരാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്, ഗെയിമിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ റെഡിയാക്കി തരാം. അതായത് ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഓക്കെ, അപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല. എന്നാലും ചെറിയൊരു വോക്കൽ അടിച്ചുകൊണ്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇവന്മാർ സമ്മതിക്കുന്നില്ല. കണ്ടോ, പുറകെ വന്നിട്ട് നമ്മുടെ മണ്ടക്കിട്ട് വോക്കൽ അടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവന്മാരെ ഞാൻ അടുത്ത പ്രാവശ്യം പിടിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. ഇമാതിരി സെറ്റപ്പ് നമുക്ക് ഇറക്കാന്നുണ്ടെങ്കിൽ അവന്മാരെ വോക്കൽ അടിച്ചിട്ട് നമ്മൾ പോത്തുള്ളൂ. അപ്പം നമുക്ക് വേറെ ഒന്നുമല്ല, സൈഡിലോട്ട് അങ്ങനെ വണ്ടി ഇട്ടിട്ട് ഇവന്മാരെ അങ്ങ് ഓടിച്ചു വിടാം. അതായിരിക്കും ചൂട് നല്ലത്. വണ്ടി സൈഡിലോട്ട് നമുക്ക് ഒതുക്കിയിട്ട് നമുക്ക് ഇമാരെ പറഞ്ഞുവിടാം, ഇമാരങ്ങ് പോട്ട്. അപ്പം വേറെ ഒന്നുമല്ല ഗൈസ്, എന്തുമായാലും പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവന്മാരായിട്ട് വോക്കലടിക്കാൻ നിൽക്കാവും. കാരണം ഇവന്മാരെ കൊണ്ടുവച്ചിരിക്കുന്ന സെറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി സൗണ്ടാണ്. നമ്മളെ വണ്ടിയുടെ അകത്തിരിക്കുന്നതിനേക്കാളും സെറ്റപ്പിൽ ഇവന്മാർ കൊണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇവന്മാരുടെ വണ്ടികളൊക്കെ അടിപൊളി ലൈറ്റിങ് കാര്യങ്ങളൊക്കെ. എന്ത് ചെയ്യാനാ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് ബൈ.